ഇലക്ട്രോണിക് രംഗം സുപ്രധാന വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ഇതുവരെയും ചൈനയിൽ നിന്നും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്ന ഇന്ത്യ ഇപ്പോഴിതാ ചൈനയിലേക്ക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് നിർമ്മാണ മേഖലയുടെ ക്രമാനുഗതമായ വളർച്ച വിജയം പ്രാപിച്ചുവെന്നതാണ് ഈ കയറ്റുമതിയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ഇലക്ട്രോണിക് നിർമ്മാണ രംഗത്തെ ഈ മാറ്റത്തിന് കാരണം ആപ്പിൾ കമ്പനിയാണ്. തങ്ങളുടെ വിതരണ നിർമ്മാണ ശൃംഖല ചൈനയിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇതര രാജ്യങ്ങളെ കൂടി അതിന്റെ ഭാഗമാക്കാനുള്ള ആപ്പിളിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ത്യയെ ഇലക്ട്രോണിക് രംഗത്തെ കയറ്റുമതി രാജ്യമാക്കി തീർത്തത്. ഇതേ തുടർന്ന് ആപ്പിൾ മാക്ബുക്ക്, എയർപോഡ്, ആപ്പിൾ വാച്ച്, ഐഫോൺ തുടങ്ങിയവയുടെ ഘടകങ്ങളാണ് ഇന്ത്യ ചൈനയിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത്. ഇതോടെ ഇക്കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പ്രധാനമായും ചൈനയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് വ്യവസായ മേഖല ഒരു പുതിയ കാൽവെപ്പിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മുമ്പൊക്കെ ചൈനയിൽ നിന്ന് ഇലക്ട്രോണിക് ഉൽപ്പന്ന ഘടകങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വെച്ച് അവ സംയോജിപ്പിക്കുന്ന രീതിയാണ് പിന്തുടർന്നു പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആപ്പിൾ കമ്പനിക്ക് ആവശ്യമായ ഘടകങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ നിർമ്മിക്കുകയാണ്. വരും നാളുകളിലും ഇന്ത്യൻ ഇലക്ട്രോണിക്സ് രംഗം വളർച്ചയുടെ ചവിട്ടുപടികൾ ഒന്നൊന്നായി പിന്നിട്ട് നേട്ടമുണ്ടാക്കപ്പെടുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. കണക്കുകൾ പ്രകാരം 2030 ആകുമ്പോഴേക്കും 3500 മുതൽ 4000 കോടി ഡോളറിന്റെ ഇലക്ട്രോണിക് കയറ്റുമതി നടത്താനാകുമെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ അതിവേഗം ബഹുദൂര വളർച്ച പ്രാപ്തമാക്കിയ ഉൽപാദന മേഖലകളിൽ ഒന്നാണ് രാജ്യത്തെ ഇലക്ട്രോണിക്സ് രംഗം. ഇന്ത്യയിൽ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ പ്രോത്സാഹനത്തിനായി 300 കോടി ഡോളറിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുകയുണ്ടായി. ഈ പദ്ധതി ലക്ഷ്യം കണ്ടു എന്നതിന്റെ ഒരു തെളിവാണ് ആപ്പിൾ കമ്പനിയുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായി രാജ്യം മാറി എന്നത്. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി ഗണ്യമായ വളർച്ചയാണ് പ്രാപിച്ചിരിക്കുന്നത്. 2024 മൊബൈൽ ഫോൺ കയറ്റുമതി റെക്കോർഡ് $20.4 ബില്യൺ തീർന്നിരിക്കുകയാണ്. ആപ്പിളിന്റെ ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതി ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്തിന്റെ വളർച്ചയ്ക്ക് സുപ്രധാന സംഭാവനയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ കമ്പനി ഇന്ത്യയിൽ നിന്നും $17.5 ബില്യൺ മൂല്യമുള്ള ഐഫോണുകളാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇന്ത്യൻ സർക്കാരിന്റെ ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതിയായ PLI വഴി ആപ്പിളിനെ കൂടാതെ മോട്ടറോള തുടങ്ങിയ ആഗോള ബ്രാൻഡുകളെ ഇന്ത്യയിൽ നിന്നുമുള്ള കയറ്റുമതി വികസിപ്പിക്കാൻ പിന്തുണയേകി. ആപ്പിളിനെ പോലെ തന്നെ വിവിധ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാതാക്കൾ ചൈനയിൽ നിന്നും അവരുടെ വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ത്യക്ക് ഒരു പ്രധാന ഇലക്ട്രോണിക്സ് കയറ്റുമതി കേന്ദ്രമായി ഉയർന്നു വരാനുള്ള അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിവിധ ഘടകങ്ങൾ ചൈനയെ കൂടാതെ വിയറ്റ്നാമിലേക്കും കയറ്റുമതി ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് ഉൽപ്പന്ന നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതി ആപ്പിൾ കമ്പനി ആസൂത്രണം ചെയ്തു വരികയാണ്. അങ്ങനെ മുൻപ് ചൈന, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ആ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തലത്തിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്പിളിനെ പോലെ തന്നെ മറ്റ് പ്രധാന ഇലക്ട്രോണിക്സ് കമ്പനികളും ഇന്ത്യയുടെ നിർമ്മാണ അന്തരീക്ഷം വിനിയോഗപ്പെടുത്താനായി മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഇലക്ട്രോണിക്സ് രംഗത്ത് ആഗോളതലത്തിൽ ആധിപത്യമുള്ള രാജ്യമായി മാറാനുള്ള ഇന്ത്യയുടെ സ്വപ്നങ്ങൾ സഫലമാക്കപ്പെടും. വാർത്തയുടെ നിറം തേടി തനിനിറം.